നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ മിക്ക പേർക്കും വാഹനമുള്ളവരാണ്. ചിലർക്ക് 2 വീലർ ആണെങ്കിൽ മറ്റു ചിലർക്ക് 4 വീലർ. എന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടുമിക്ക പ്രധാന ജംഗ്ഷനുകളിൽ കൂടി ഇപ്പോൾ 4 വീലർ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. വളരെ തിരക്കേറിയതും 4 വശത്തുള്ള റോഡ് ഒത്തുചേരുന്നതുമായ പട്ടം ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലുകളിൽ പെട്ടുകിടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം ഒന്ന് വേറെ തന്നെയാണ്. ജംഗ്ഷനിൽ വാഹനം അടുക്കാറാകുമ്പോൾ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളായ ആണും പെണ്ണും അടക്കം വാഹനത്തെ വളയുകയായി. പിന്നീട് അവരുടെ ലീലാവിലാസങ്ങളാണ്. ആരോടും ചോദിക്കാതെ കയ്യിൽ കരുതിയിരിക്കുന്ന ലോഷൻ വാഹനത്തിന്റെ കണ്ണാടിയിലേക്ക് ഒഴിക്കും. പിന്നീട് കയ്യിൽ കരുതിയിരിക്കുന്ന ബ്രഷ് ഉപയോഗിച്ച് കണ്ണാടി കഴുകലാണ്. വേണ്ട എന്ന് എത്ര തവണ പറഞ്ഞാലും അവർ അത് ചെവിക്കൊള്ളാതെ അവർക്ക് തോന്നിയ പോലെ ചെയ്യും. പിന്നീട് അവർ പറയുന്ന പൈസ നൽകിയില്ലെങ്കിൽ കൂട്ടത്തോടെ വന്ന് തെറിയും ഭീഷണിയും. അവിടെ എത്തുന്ന മിക്ക വാഹന ഉടമകളുടെയും കാറിന്റെ ഗ്ലാസ് ഇവരുടെ ശല്യം കൊണ്ട് പോറലുണ്ടായിരിക്കും. ട്രാഫിക് പോലീസോ സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിയിലുള്ള പോലീസോ ഇതിനെതിരെ നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ്. അവരുടെ മൂക്കിന് തുമ്പത്താണ് ഈ കോമാളിത്തരങ്ങളും ആഭാസങ്ങളും ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ പോലീസ് അധികാരികൾ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നാണ് വാഹനയാത്രക്കാരുടെ അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.